1000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സ്പിരിച്വൽ എനർജി ഒരു മാജിക്കൽ പേളിന് ജന്മം നൽകുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും ശക്തികൾ ചേർന്ന് അത് ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറുന്നു. അതിനെ നശിപ്പിക്കാനായി 2 പേർ വരുന്നു. പക്ഷെ അവർക്ക് ആ ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. അത് അവരെ 2 പേരെയും അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ അവരുടെ മാസ്റ്റർ വന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് അതിനെ 2 പേൾസ് ആക്കി മാറ്റുന്നു. ഒരെണ്ണം ദുഷ്ടശക്തിയും ഒരെണ്ണം നല്ല ശക്തിയുമാണ്. അതിൽ ദുഷ്ടശക്തിക്ക് അദ്ദേഹം ഒരു മന്ത്രശക്തി ഉപയോഗിച്ച് ഒരു ശാപം കൊടുക്കുന്നു. അതായത് 3 വർഷത്തിന് ശേഷം ആ ശക്തി നശിക്കുമെന്ന് പറയുന്നു. അതുവരെ ആ പേളിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് 2 പേൾസിനെയും തന്റെ ശിഷ്യനെ ഏൽപ്പിക്കുന്നു. അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്താൽ സ്വർഗത്തിൽ തന്റെ ബാക്കി ശിഷ്യന്മാരോടൊപ്പം അവനും ഒരു സ്ഥാനം കൊടുക്കാമെന്ന് പറയുന്നു. അത് കേട്ട് 2ാമത്തെ ശിഷ്യന് ദേഷ്യം വരുന്നു. അയാൾക്ക് കിട്ടുന്ന ആ അവസരം ഇല്ലാതാക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അയാൾ ആ നല്ല ശക്തിയെ ഒരു കപ്പിൾസിന്റെ കുഞ്ഞിലേക്ക് നൽകാനായി പോകുന്ന സമയം ഇയാൾ അവിടേക്ക് വന്ന് ആ 2 പേൾസിൽ നിന്നും നല്ല ശക്തിയെ കൈക്കലാക്കുന്നു. നല്ല ശക്തിക്ക് പകരം ദുഷ്ടശക്തിയെ ആ കപ്പിൾസിന്റെ കുഞ്ഞിലേക്ക് നൽകുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് ഒരു ലേഡി പാനിക്കായി പുറത്തേക്ക് വരുന്നു. നോക്കുമ്പോൾ അതിനെ കാണാൻ ഒരു കുഞ്ഞിനെ പോലെയല്ല, ഒരു മുട്ടയെടുത്ത് വെച്ചിരിക്കുന്നത് പോലെയാണുള്ളത്. അവർ നോക്കി നിൽക്കെ പെട്ടെന്ന് അതിന് 2 കണ്ണുകൾ വരുന്നു. ആരും പ്രതീക്ഷിക്കാത്തത്രയും ദുഷ്ടശക്തി നിറഞ്ഞൊരു കുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്.